Hello guys. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നലത്തെ ഒരു ബിഗ് ബോസ് എപ്പിസോഡ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വമ്പൻ എപ്പിസോഡ് ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡ്. പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു സംഭവം ഇല്ലാത്തൊരു നോർമൽ ഒരു അങ്ങനത്തെ ഒരു കൂൾ ആൻഡ് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. എന്നാൽ പൊട്ടിത്തെറിക്കണമെങ്കിൽ ഒരുപാട് ഉണ്ടായിരുന്ന ഒരു എപ്പിസോഡും കൂടിയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ്. സോ എന്തായാലും നമ്മുടെ ആര്യൻ നമ്മുടെ ലാലേട്ടനെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ആദില നൂറയെ പറ്റി ഷാനവാസിന്റെ അമ്മ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മളൊക്കെ പ്രതീക്ഷിച്ച ഒരു വ്യക്തി ഇന്ന് എവിക്റ്റ് ആയിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ കുറെ കാര്യങ്ങൾ ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ എപ്പിസോഡിലേക്ക് കിടക്കാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോ ഇന്ന് നമ്മളുടെ ലാലേട്ടൻ നല്ല അടിപൊളി വേഷത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സും അപ്പൊ കഴിഞ്ഞ ഒരു സീസൺ ഒക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലാലേട്ടൻ അടിപൊളിയായിട്ടാണ് ഡ്രസ്സിങ്. എനിക്ക് കോട്ടും സ്യൂട്ടും ഒക്കെ ഇടുന്നേക്കാളും ഇപ്പൊ ആ ഒരു സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റും. സോ ഫസ്റ്റ് നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് ചോദിക്കുന്ന ഈ കുഞ്ഞു പിള്ളേരോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, അതായത് ഈ അത്തപ്പൂക്കളത്തിൽ എന്ത് ടൈപ്പ് ഓഫ് പൂക്കളാണ് ഇടുന്നത്, അതുപോലും അറിയാത്ത ആൾക്കാരാണ് ഗൈസ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു നോർമലി അങ്ങ് പോയി. അതിനുശേഷം നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് കിച്ചൺ ക്യാപ്റ്റൻ ആണെങ്കിൽ കിച്ചൺ ക്യാപ്റ്റനെ വിളിച്ചിട്ട് കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതായത് ഷാനവാസും അപ്പാനിയും ഒക്കെ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സമയത്ത് ഫുഡ് കിട്ടുന്നില്ല. അപ്പോ ഈ ഷാനവാസ് ശാരിക എന്നൊക്കെ പറയുന്ന ആള് എന്താണ്, അവരൊക്കെ കറക്റ്റ് സമയത്ത് ടാബ്ലറ്റ് കഴിക്കുന്നതാണ്. അപ്പൊ അവർക്ക് ഫുഡ് കിട്ടാത്തത് കൊണ്ട് അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യമൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. അനുമോളുടെ അടുത്ത് നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അനുമോളെ കരഞ്ഞുകൊണ്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്, ഫുഡിനകത്തൊക്കെ ഉപ്പ് കൊടുക്കൂല. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞ കരഞ്ഞോണ്ടല്ല, കരയുന്നുണ്ട്, പക്ഷെ അത് വീഴാതെ ഞാൻ നോക്കുന്നുണ്ടെന്നൊക്കെ. പിന്നെ ചുമ്മാ കുറെ കട്ടെടുക്കുന്ന കാര്യങ്ങൾ, ഷാനവാസ് ഓറഞ്ച് എടുത്തത്, രേണ ചീസ് എടുത്തത്, അങ്ങനത്തെ കുറെ കട്ടെടുക്കുന്ന കാര്യങ്ങളൊക്കെ, കള്ളത്തരം ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു. അതിനുശേഷം ക്യാപ്റ്റൻസി ടാസ്കിനകത്ത് നമ്മുടെ ആര്യന്റെ പെർഫോമൻസ് എങ്ങനെ തോന്നി. ആരും ഒരു ഗുഡ് ആയിട്ടുള്ള ഒരു കമന്റ് തന്നിട്ടില്ലായിരുന്നു. അപ്പൊ ആര്യനാണ് അതൊക്കെ പുച്ഛിച്ച് എന്നുള്ള രീതിയിൽ പുച്ഛിച്ചിരിക്കുകയാണ്. അപ്പൊ പക്ഷെ ആകെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞത് നമ്മുടെ ജിസേൽ ആൻഡ് രേണു മാത്രമാണ്. രേണു ആണെങ്കിൽ അവിടെ ടാസ്ക് ഒന്നും ചെയ്യുന്നില്ല, എപ്പോഴും കട്ടിലേ പോയി കിടക്കുന്നുണ്ട്, പിന്നെ എവിടെയെങ്കിലും പോയിരുന്ന് പേൻ ചൊറിയുന്നുണ്ട്. അത് മാത്രമാണ് നമുക്ക് രേണുവിന്റെ ഒരു സംഭവം കാണുന്നത്. അപ്പൊ രേണുവിന് ആവശ്യമുള്ളത് പുള്ളി ചെയ്യുന്നത് കൊണ്ട് രേണു ഭയങ്കര സപ്പോർട്ടായിട്ടാണ് ആര്യന് പറഞ്ഞത്. ആൻഡ് ജിസേലെ ഓൾറെഡി സപ്പോർട്ട് ചെയ്ത് നിന്നല്ലേ പറ്റുള്ളൂ, അതുകൊണ്ട് ജിസേല് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. ആൻഡ് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ആര്യനാണെങ്കിൽ നമ്മുടെ ശൈത്യ ജീവിതകഥ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നത് എന്തിനാ നീ ചിരിച്ചതെന്ന് ചോദിച്ചപ്പോൾ മൈൻഡ് വേറൊരു കാര്യം ആലോചിച്ച് ചിരിച്ചതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവനാണെങ്കിൽ ബിന്നിയുടെ അടുത്തും ഷാനവാസ് അവരെല്ലാം ചോദ്യം ചെയ്തിരുന്നു. അവരുടെ അടുത്തൊക്കെ പറഞ്ഞു ഇവന് നടുവേനയായിരുന്നു അപ്പത്തെ ഒരു സിറ്റുവേഷൻ, അങ്ങനെ ചിരിച്ചതാണെന്നൊക്കെ. അപ്പൊ തന്നെ നമുക്ക് ആ ഒരു ആര്യനോട് ഈ കഴിഞ്ഞൊരു ഇന്നലത്തെ, അതായത് ആ മുട്ടയുടെ ആ ടാസ്ക് മുതൽ ആര്യനോടുള്ള ഒരു നമുക്ക് ആര്യൻ എന്ന് പറഞ്ഞാൽ നല്ല ടാസ്ക് ചെയ്യുന്നതാണ്, നല്ല അടിപൊളിയാണെന്നുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു. ആ ഒരു ഫീൽ കംപ്ലീറ്റ്ലി നമ്മളൊരു വ്യൂവേഴ്സിന്റെ മൈൻഡിൽ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് ഹേറ്റേഴ്സ് ഇപ്പോൾ ആര്യൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം ആര്യന്റെ ഒരു പല നിലപാട് നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ രേണ ചിരിച്ചു, പുള്ളിക്കാരിയോട് കാര്യമൊക്കെ ചോദിച്ചു, അത് വലിയ കാര്യമൊന്നുമില്ല, അത് വലിയ മുട്ട മണിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നമ്മുടെ ആര്യനാണെങ്കിൽ അഭിലാഷിന് നേരെ ഒരു ചെരുപ്പ് എടുത്തെറിയുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ സീസണിലൊക്കെ റംസാനൊക്കെ ചെരുപ്പ് എടുത്തെറിഞ്ഞപ്പോ നല്ല പണിയാണ് കൊടുത്തത്. അതായത് ഇനി എറിയില്ല, പോളിസി തെറ്റിക്കില്ല എന്ന് പറഞ്ഞ് ബോർഡിൽ എഴുതിയിട്ട് സ്വിമ്മിംഗ് പൂളിൽ ചാടുക, വീണ്ടും വന്ന് എഴുതാം. പക്ഷെ ഇവന് കൊടുത്ത ഒരു ഊളപ്പണിയാണ്. അതായത് അടുത്ത നോമിനേഷനിലേക്ക് ഇവൻ ഡയറക്റ്റ് വരും. ഓക്കെ, എന്ത് വന്നാലും അവൻ എന്തായാലും ഇപ്പൊ ഒരു ഓട്ടൊക്കെ കിട്ടി അവൻ അങ്ങ് രക്ഷപ്പെട്ടു പോകും. അപ്പം അത് അവനൊരു വലിയ പണിയാന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിലും നല്ല പണിയാണ് അവന് കൊടുക്കേണ്ട. പിന്നെ അവിടെ ഉള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടുന്ന സാധനങ്ങൾ ചുമ്മാ വലിച്ചെറിയും. പക്ഷെ എല്ലാരും എറിയുന്ന പില്ലോയും കാര്യമാണ്. പക്ഷെ ചെരുപ്പ് ഒരു മനുഷ്യന്റെ നേരെ എറിയുന്നത് അത് അത്രയ്ക്കും ഒരു ഇൻസൾട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് ആ ഒരു രീതിയിൽ തന്നെ എടുത്തെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ പിന്നെന്താണ്, പിന്നെ ഇതിനകത്ത് പറയാനായിട്ടുള്ള വലിയ കാര്യങ്ങൾ എന്താണ്, നമ്മുടെ ഷാനവാസ് ആണെങ്കിൽ രാത്രിയിൽ ഇങ്ങനെ അക്ബറിനെ കുറിച്ച് നമ്മുടെ ജിസേലിന്റെ അടുത്ത് സത്യമായിട്ട് പറയുന്നുണ്ട്, അവൻ അഴുക്കായിട്ട് നോക്കി എന്നുള്ളത്. അപ്പം ജിസേലിന് ആക്ച്വലി ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കമന്റ്സിലൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആളുടെ ക്യാരക്ടറിനെ വെച്ചിട്ട് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് വന്നിരിക്കുന്നത് വീണ്ടും. അതായത് അനുമോള് നേരത്തെ ഒന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു അക്ബറിന്റെ നോട്ടം ശരിയല്ല, പക്ഷെ ലാലേട്ടൻ ചോദിച്ചപ്പോ പറഞ്ഞിരുന്നു അത് എന്താണ് എന്നെ ദേഷ്യപ്പെട്ട് നോക്കി എന്നുള്ള രീതിയിൽ. അപ്പോ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞിരുന്നു ഇതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണെന്ന്. പക്ഷെ വന്ന ഉടനെ തന്നെ അക്ബർ പറഞ്ഞ ഏറ്റവും കൂടുതൽ അക്ബർ അങ്ങനെയാണെന്ന് നമുക്ക് തോന്നാനുള്ള കാരണം അതായത് ബി ഹൗസിലേക്ക് വന്ന സമയത്ത് തന്നെ അക്ബർ പറയുന്നുണ്ട് ജിസേലിനെ കാണാൻ ഭയങ്കര ഹോട്ട് ആണെന്നുള്ളത്.
അത് പിന്നെ അനുമോളുടെ ഒരു ഇത്, അതുപോലെ തന്നെ ഷാനവാസ് പിന്നെ അതിൽ നിന്ന് അത് കൈവിട്ട് പോയിന്ന് പുള്ളിക്ക് മനസ്സിലായിട്ടോ, അത് അങ്ങനെ പറഞ്ഞാണ് ഇങ്ങനെ പറഞ്ഞാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ ആ ഒരു സംസാരം വന്നു. ആൻഡ് ലാലേട്ടൻ ജിസയിലോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടോന്ന്. പക്ഷെ പുള്ളിക്കാരി പറയുന്നത് എനിക്ക് നെഗറ്റീവ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ നമുക്ക് ഉള്ളത് ശൈത്യനെ സ്റ്റോർ റൂമിൽ പോയിട്ട് ഒരു സംഭവം, ഒരു ബോർഡ് എടുത്തിട്ട് വരാൻ പറയണം. അപ്പൊ ആ ബോർഡിൽ എഴുതുന്നത് ഞാൻ കാലുമാറ്റക്കാരൻ, ഞാൻ നല്ല ഗെയിമർ, അങ്ങനത്തെ കുറെ ടോപ്പിക്. അതായത് ഇപ്പം എന്താണ് നമ്മുടെ സ്റ്റോർ ഹൗസിലേക്ക് പോവാൻ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ്. കാരണം ഇപ്പം സ്റ്റോർ ഹൗസിലേക്ക് പോയിട്ടാണ് എവിക്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും പേടിയായിരുന്നു. അങ്ങനെ ഒനിയിലും ശൈത്യം പോയി ബോർഡൊക്കെ എടുത്തിട്ട് വന്നു. ആൻഡ് അതിൽ ഇങ്ങനെ ഓരോരുത്തരുടെ അപ്പൊ എല്ലാരും ടിക്ക് ചെയ്തു. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പേരുകൾ വന്നു. അനുമോളാണെങ്കിൽ എന്നെ വിശ്വസിക്കരുതെന്ന് പറയുന്നതാണ് അനുമോളുടേത്. അതുപോലെ തന്നെ അപ്പാനി എന്ന് പറഞ്ഞാൽ നിഴൽ എന്ന് വന്നു. അതുപോലെ തന്നെ അനീഷ് ആണെങ്കിൽ ഒരു അടിപൊളി, അനീഷ് ഇപ്പൊ ഒരു അടിപൊളി, എനിക്ക് ഏറ്റവും നല്ലൊരു കണ്ടസ്റ്റന്റ് ആരാന്ന് ചോദിച്ചാൽ എനിക്ക് അനീഷിനെ തന്നെ പറയും. കാരണം കഴിഞ്ഞ ദിവസം റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് പറയല്ലേ എന്ന് പറഞ്ഞ ലാലേട്ടൻ പറഞ്ഞ പുള്ളി നല്ലൊരു ഗെയിമറാണ്, പുള്ളി ഒരു അടിപൊളി ആണെന്ന് എനിക്ക് എന്റെ അഭിപ്രായം. ഇപ്പൊ നിങ്ങൾക്ക് അനീഷിനെ ഒരു നല്ല ഗെയിമർ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർക്ക് ഇങ്ങനെ പേര്, അത് അങ്ങനെ പേര് കിട്ടുന്നവർ ഈ മുട്ട ഉണ്ടല്ലോ, പൊട്ടിയൊരു മുട്ട തലയെ വെക്കണം. സോ നമ്മുടെ ആര്യനെയാണ് ഫസ്റ്റ് ഞാനൊരു പുലിയല്ല ഒരു എലിയാണെന്നുള്ള സാധനം ആര്യനെ കിട്ടി. അതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ആര്യൻ അത് തല വെച്ചോണ്ട് അപ്പൊ ഇവനാണെങ്കിൽ നമ്മുടെ ലാലേട്ടനെ ചോദ്യം ചെയ്യുകയാണ്. ലാലേട്ട ബാത്റൂമിൽ കയറി ചെയ്ത് വെക്കണോ, കുളിച്ചിട്ട് വെക്കണോ? അപ്പം ആദ്യത്തേത് നോർമലി പുള്ളി ഉത്തരം പറഞ്ഞു, തല തോർത്തിയിട്ട് ഇതെടുത്ത് വെച്ചാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ അവൻ ചോദിക്കാം ഉറങ്ങുമ്പോ വെക്കണോ എന്നുള്ളത്. അപ്പൊ ലാലേട്ടൻ തന്നെ ചോദിക്കും നീ എന്നെ ഊക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുവാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവൻ പറഞ്ഞ അല്ല, അതെനിക്ക് അറിയത്തില്ല മോനെ. പക്ഷെ അത് നമ്മുടെ പോളിസിയിൽ, ബിബിയുടെ പോളിസിയിലുണ്ട്, ലാലേട്ടനെതിരെ ആരും ഒന്നും സംസാരിക്കരുതെന്നൊരു പോളിസിയൊക്കെ ഉണ്ട്. പക്ഷെ ഇവനങ്ങ് വലിയ പുള്ളിയാണ്, ഇവനങ്ങ് ഒരുമാതിരി ഒരു ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്, ഭയങ്കര ഒരു വൃത്തികെട്ട സ്വഭാവമായിട്ട് വരികയാണ് ഈ ഒരു 2 ദിവസമായിട്ട്. സോ അങ്ങനെ ലാലേട്ടനെ ചോദ്യം ചെയ്യുകയാണ് നമ്മുടെ ആര്യൻ. അതുപോലെ തന്നെ രേണു ശാരികൻ. അപ്പം രേണുവിനെ ശാരികനെ നോമിനേറ്റ് ചെയ്യുക ഒരു ഗെയിമിലേക്ക്. അപ്പൊ പുള്ളിക്കാരൻ ഇരുന്ന്, അതായത് അഭിലാഷ് നോമിനേറ്റ് ചെയ്യുന്നു, അതിന് ആര്യൻ ഇരുന്ന് ഭയങ്കര ചിരിക്കുവാണ്. ഇവന് മാത്രമേ ടാസ്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവർക്ക് എന്താ പറ്റത്തില്ല. അതുപോലെ തന്നെ അനുമോളും നമ്മുടെ രേണയും തമ്മിലൊരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് അനുമോൾക്ക് ഇവനെന്താ സംസാരിക്കാൻ അറിയാവുന്നത്, ഇവൻ ഭയങ്കര സംഭവമാണെന്നാണ് ഇവന്റെ ഒരു വിചാരം. അതുപോലെ തന്നെ ശൈത്യ അപ്പാനി അവിടെ ഇരുന്ന് വേറൊരു സംഭവം പറയുന്നുണ്ട്. നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ പ്രേതമുണ്ട് ഗായ്സ്. സോ അപ്പാനിയുടെ കാലിൽ വന്ന് അനുമോൾ പിടിച്ച പിന്നെ അപ്പാനിക്ക് ഭയങ്കര ക്ഷീണമാണ്. അപ്പൊ അനുമോൾ കൂടോത്രം ചെയ്തതെന്നാണ് നമ്മുടെ അപ്പാനി പറയുന്നത്. ആൻഡ് നമ്മുടെ ശൈത്യം പറയുന്നത് എനിക്ക് നെഗറ്റീവ് എനർജിയാണ്. അപ്പൊ ഈ കാര്യം നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പം ശൈത്യാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഇങ്ങനെ അങ്ങനത്തെ ഒരു രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ അപ്പാനി പിന്നെ അങ്ങനെ ചമ്മി നാണം കെട്ട് കേട്ടോ ഈ ഒരു കാര്യം. പിന്നെ ഒരു വാഷ്റൂമിന്റെ ഏരിയയിൽ വരുമ്പോഴത്തേക്ക് പറയുന്നുണ്ട് നിന്നെ സപ്പോർട്ട് ചെയ്താന്ന്. ഈ ശൈത്യാണ് അനുമോളുടെ കൂടെ നടന്നിട്ട് അനുമോളെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറഞ്ഞാണ് ബാക്കിയുള്ളത്. അത് അവിടെ ഒന്ന് എക്സ്പോസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടോ. അങ്ങനെ എവിക്ഷൻ വരുവാണ്. എവിക്ഷന് എല്ലാവർക്കും കണ്ണാടി കൊടുക്കുന്നു. അപ്പൊ ആ കണ്ണാടിയിൽ അപ്പം ഇപ്പൊ ഒരാളുടെ ഇപ്പം ശൈത്യയുടെ ഷാനവാസിനാർക്ക് അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കണ്ണാടി കൊടുക്കുന്നത്. അപ്പൊ ഇപ്പുറത്തെ സ്റ്റിക്കർ പൊളിക്കുമ്പോൾ എവിക്റ്റഡ് ആണോ ഇതാണ്. അപ്പം നമ്മുടെ അക്ബറിന്റെ കയ്യിലായിരുന്നു നമ്മുടെ ശാരികയുടെ കണ്ണാടി ഇരുന്നത്. അപ്പം ശാരികയുടെ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിയപ്പോ എവിക്റ്റഡ് എന്ന് പറഞ്ഞു. ആൻഡ് അപ്പൊ പുള്ളിക്കാരിയുടെ തലയിലിരിക്കുന്ന എന്താണ് ശാരികയുടെ തലയിൽ കാലുമാറ്റക്കാരി എന്നുള്ള ഒരു മുട്ടയുണ്ട്. അപ്പൊ ആ മുട്ട ആർക്കെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞാൽ അപ്പൊ ആദ്യം അക്ബറിന് കൊടുക്കാം. അപ്പം വീണ്ടും ബിഗ് ബോസ് ചോദിച്ചാൽ അക്ബറിനാണോ, അപ്പൊ പിന്നെ അത് നിന്ന് അതിലേക്ക് കൊടുത്തു. സോ അതിനുശേഷം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇതെല്ലാം പോയി നമ്മുടെ രേണു ചേച്ചി ഭയങ്കര കരച്ചിലായിരുന്നു അവിടെ ഇരുന്ന് ശാരിക എവിക്റ്റ് ആയപ്പോഴത്തേക്കും. അങ്ങനെ എന്താണ് ആദില, നൂറ, അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അക്ബറും അപ്പാനിയും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം അപ്പാനി പറയുന്നുണ്ട് ഞാൻ അക്ബറിന്റെ കൂട്ടത്തിൽ, അപ്പാനി ഇങ്ങനെ പറയാം ഞാൻ ഇങ്ങനെ കൂടത്തിൽ നിന്നുകൊണ്ടാണ് നിഴൽ എന്ന് വന്നത് ഒക്കെ പറഞ്ഞ് പുള്ളിക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആദില നൂറ ഇരുന്ന് സംസാരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് നമ്മുടെ ഷാനവാസിന്റെ വീട്ടിൽ നിന്ന് വിളിച്ച ഒരു കോള് വന്നിരുന്നു. അപ്പം ആ ഒരു അക്ബറിന്റെ വീട്ടിൽ നിന്ന്. അപ്പൊ അവരുടെ അമ്മ പറയുന്നുണ്ട് ഇവരുടെ അടുത്ത് സംസാരിക്കരുത്. അങ്ങനെ എല്ലാവർക്കും ഈ ഒരു ലെസ്ബിയൻ കപ്പിൾ ആരാണ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയില്ല. അപ്പൊ അതിനെക്കുറിച്ചുള്ള സംസാരമൊക്കെ പറഞ്ഞ് അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അതിനെക്കുറിച്ച് ഞാൻ ബേസ് ചെയ്തിട്ട് ഒരു വേറൊരു സ്പെഷ്യൽ വീഡിയോ തന്നെ ചെയ്യാം. സോ നെക്സ്റ്റ് വീക്ക് എന്തായാലും ഞാൻ പറഞ്ഞ ഒരു സർപ്രൈസ് നിങ്ങൾക്കായിട്ട് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ആ വീഡിയോയ്ക്കും കാത്തിരിക്കാം. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരയ്ക്കും. ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.